ഇടില്ല. സൂപ്പർ. കൊള്ളാം, സൂപ്പർ പടം. ജിത്തു ജോസഫ്, അത്രേ ഉള്ളൂ. കഥയാണ് മൊത്തം. ഇല്ലില്ല, നല്ല സിനിമയാണ്. പുള്ളി പറഞ്ഞ പോലെ തന്നെ സസ്പെൻഷൻ ടിസ്റ്റ് ഒന്നും ഇല്ല, പക്ഷെ നല്ല സിനിമയാണ്. സ്ക്രിപ്റ്റ് അടിപൊളി. കൊള്ളാം. ഗുഡ് മൂവി. നല്ല പടം. ആവറേജ് മൂവി. നല്ല സിനിമയാണ്. ലാലേട്ടൻ്റെ കംബാക്ക് അടിപൊളി. പടം അടിപൊളി. ലാലേട്ടനെ തിരിച്ചറിവാണ്. അടിപൊളി പടം, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. നല്ല ഫിലിമാണ്. ജിത്തു ജോസഫ് മേക്കിങ്ങിൽ കുഴപ്പമില്ല. ഡിറ്റക്റ്റീവും അങ്ങനെയുള്ള അതെല്ലാം ചേർത്ത് പിടിക്കാം. നല്ല പടം, സൂപ്പർ പടം, അടിപൊളിയായിരുന്നു. സെറ്റ് പടം, കംബാക്ക് അടിപൊളി. ഇമോഷണലുമാണ്, നല്ല എൻഗേജിങ് ആയിരുന്നു. അടിപൊളി പടം. അല്ല, ട്വിസ്റ്റ് അങ്ങനെയെന്ന് ചോദിച്ചാൽ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്, പക്ഷെ അങ്ങനത്തെ ട്വിസ്റ്റ് അല്ല. ബട്ട് അടിപൊളിയായിരുന്നു, നല്ല പടം. അടിപൊളി പടം. ലാലേട്ടൻ തിരിച്ചു വന്നിട്ടുണ്ട്. ലാലേട്ടൻ വളരെ നന്നായിട്ടുണ്ട്. കൊള്ളായിരുന്നു. കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. ലാലേട്ടൻ പൊളിച്ചു. ലാലേട്ടൻ ഇസ് ബാക്ക്. അടിപൊളി പടം. ഡീറ്റെയിലായിട്ട് പറഞ്ഞാൽ നമ്മൾ കുറേ നാളായിട്ട് ലാലേട്ടൻ്റെ ഒരു തിരിച്ചൊരു വെയിറ്റിംഗ് ആയിരുന്നല്ലോ. അപ്പോൾ ജിത്തു ജോസഫ് ലാലേട്ടൻ കോംബോ ഇതുവരെ നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല. അത് തന്നെയാണ് പറയാനുള്ളത്. അതൊരു കോർട്ട് റൂം ഡ്രാമയാണ്. അതിന് 100% അവർ നീതി പുലർത്തിയിട്ടുണ്ട്. അതായത് ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ അതിലൊരു ത്രില്ലടിച്ചിരുന്ന് കണ്ടു പോകും. പിന്നെ തീരുമ്പോൾ നമുക്ക് മനസ്സിൽ ഇറങ്ങി വരാം. ആ ഒരു രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ട്വിസ്റ്റ് അത് നിങ്ങൾ വന്ന് കാണുക. അതായത് അവസാനം വരെ നമുക്ക് അത് അയ്യോ നമുക്ക് പൈസ പോയല്ലോ, ഈ പടം മോശമാണല്ലോ എന്നൊരു തോന്നലുണ്ടാവത്തില്ല. മനസ്സിനിറങ്ങിയായിരിക്കും നിങ്ങൾ ഇറങ്ങുന്നത്. കാരണം ആ ജോണറിനോട് അവർ നീതി പുലർത്തിയിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. BGM നന്നായിട്ടുണ്ട്. ലാലേട്ടൻ നന്നായിട്ടുണ്ട്. അനശ്വര വളരെ നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. ആ ജോണറിന് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലതാണ്, ഇഷ്ടപ്പെട്ടു. ഡ്രാമ പറഞ്ഞ പോലെ തന്നെ സ്ലോ പേസ് ഡ്രാമയാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ലാലേട്ടൻ്റെ പെർഫോമൻസ് കുറേ നാളുകൾക്ക് ശേഷം നമുക്ക് പുള്ളിയുടെ പെർഫോമൻസ് നല്ലതായിട്ട് പിന്നെ കാണാൻ പറ്റിയിട്ടുണ്ട്. പുള്ളി ഒരു നമ്മൾ ആഗ്രഹിക്കും ഫാൻസൊക്കെ ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു രീതിയിൽ പുള്ളിയുടെ ഒരു ആക്ടിങ് സാധനങ്ങളൊക്കെ കാണാൻ കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. അനശ്വര വളരെ നന്നായിട്ട്, ഭയങ്കര നമ്മളെ ഞെട്ടിച്ച്. അനശ്വരയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയാം. താങ്ക്സ്. കുഴപ്പമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.